നമസ്കാരം. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ സുവ്യക്തമായിട്ടുള്ള കർമ്മ പദ്ധതികളായതുകൊണ്ട് ഗുരുപദേശം നേടി ആത്മാർത്ഥമായി പണം മുതൽ മുടക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളും. ഒരു പക്ഷേ അതിൻ്റെ ഒരു പരിണത ഫലം എന്ന് പറയുന്നത് 2018 ജൂലൈ മാസത്തിന് ശേഷമേ അതിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള വരുമാന മാർഗം അഥവാ ഫലം ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാലും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കും. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അനുകൂലമായ അനുമതി ലഭിക്കും. കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുന്നത് വഴി ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിൽ പ്രവേശനം ലഭിക്കും. സന്ധി സംഭാഷണത്തിൽ വിജയം ഉണ്ടാകും. വ്യാപകമായിട്ടുള്ള പല വിധത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഈ അനിശ്ചിതാവസ്ഥകൾ പരിഹരിക്കുന്നത് വഴി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് കടം വാങ്ങുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുവാൻ സാധിക്കും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേൾക്കുവാനും യോഗം കാണുന്നുണ്ട്. വിശേഷ അവസരങ്ങളിലോ വിരുന്നു സൽക്കാരത്തിലോ പങ്കെടുക്കുവാനിട വരുമെങ്കിലും ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. മനസ്സിന് വിഭ്രാന്തി ഉണ്ടാക്കുന്ന പല ആശയങ്ങളും വന്നു ചേരുമെങ്കിലും മക്കളുടെ നിർദ്ദേശങ്ങളും അവരുടെ സാന്ത്വന സമീപനവും ഒരു പരിധിവരെ അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കാൻ ഉപകരിക്കും. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കി ആത്മാർത്ഥമായി ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കുവാനും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും യോഗം കാണുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുന്നത് വഴി കൃതാർത്ഥത, സമാധാനം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം, ആത്മാഭിമാനം എന്നിവ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. എന്നാൽ ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് 1-2 ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരുവാനും പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.